ഹായ് ഓൾ, ദിസ് ഇസ് മൺഡേ ഈവനിങ്. എല്ലാ ദിവസവും ഞാൻ രാവിലത്തെ പണിയൊക്കെ ഒതുക്കി സ്കൂളിൽ പോകുന്നത് വരെയാണ് നമ്മൾ ലോങ് വീഡിയോസിൽ കാണാറുള്ളത്. ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാനും കുക്കു സാറും സ്കൂളിൽ നിന്ന് തിരിച്ച് നടക്കുന്ന വഴി തൊട്ടാണ് ലോങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. വഴിയിൽ കാണുന്നവരോടൊക്കെ വർത്തമാനവും പറഞ്ഞ് അനങ്ങി കുണുങ്ങി ഇങ്ങെത്താറായപ്പോഴേക്ക് മഴയും തുടങ്ങി. അവനെ റെയിൻകോട്ട് ഇടിയിച്ച് ഞാൻ കുടയും പിടിച്ചു. നല്ല കാറ്റുണ്ട്. കുടയും ഫോണും ഒക്കെ കൂടെ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തിട്ടാണ് ഞാൻ ഈ വിഷ്വൽസൊക്കെ എടുക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ കുക്കു സാറിൻ്റെ വഴി. ഇനി അങ്ങറ്റം വരെ ഇതിൽ കൂടെ തന്നെ നടക്കും. കുരിശടിക്ക് മുന്നിലായിട്ട് ഇപ്പോൾ ചെറിയ വേറൊരു വീടും കൂടി ഉണ്ട്, ഒരു ബോട്ടിൽ ബൂത്ത്. ഇന്നലെ ഞായറാഴ്ച ആയതിൻ്റെയാണ് ഇവിടെ ഇത്രയും കുപ്പികൾ. ആടിയും പാടിയും ഒക്കെ ഇതിൻ്റെ അകത്തൂടെ തന്നെ അവൻ അങ്ങ് നടന്ന് അവിടെ എത്തും. വൈകുന്നേരം ഒരു 4-4:30 മണി തൊട്ട് ഈ കാണുന്നിടത്ത് ചീട്ടുകളി ഉണ്ടാവും, മുതിർന്ന പൗരന്മാരുടെ. ഇത് ക്യാരംസ് കളിക്കുന്ന സ്ഥലമാണ്. ആലനും ഫ്രണ്ട്സും ഒക്കെ കൂടെയാണ് ഇവിടുത്തെ പരിപാടികൾ. ഇത് അവർ തന്നെ സെറ്റ് ചെയ്തേക്കുന്ന ഇടങ്ങളാണ് കേട്ടോ. മേളിൽ ആ മരത്തിൽ ഒരു ബൾബിൻ്റെ ഹോൾഡർ നിങ്ങൾ കണ്ടുവെന്ന് അറിയത്തില്ല. വീട്ടിൽ നിന്ന് അങ്ങോട്ടൊരു ബൾബും വലിച്ചു കെട്ടിയാണ് രാത്രി ഇരുന്ന് കളിക്കാറ്. ഞങ്ങൾ നടന്ന് വീട്ടിലോട്ട് എത്തിയപ്പോൾ തന്നെ എനിക്ക് വരാനുണ്ടായിരുന്ന കുറച്ച് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 2 എണ്ണമാണെങ്കിൽ ബോക്സ് മുഴുവൻ നനഞ്ഞ് കുതിർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റിനോവേഷൻ കുറച്ച് അധികം ചെയ്യുന്നു എന്നുള്ളൊരു കമൻറ്റ് ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ പെരുന്നാളിന് മുമ്പാണ് ഈ വക പരിപാടികളൊക്കെ ചെയ്യാറുള്ളത്. നമ്മുടെ ഈ ഒരു ലോൺ സെറ്റ് ചെയ്യലും ഗേറ്റ് മാറ്റിയതും ഒക്കെ ഓരോ പെരുന്നാളിന് മുന്നേ ആയിട്ട് ചെയ്യുന്നതാണ്. അതാണിപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഓരോരോ ചെറിയ പരിപാടികൾ. ഈ ഡ്രസ്സ് ഞാൻ ഷോർട്സിൽ കാണിച്ചിരുന്നു. ഇത് ടാഗ് ചെയ്യണമെങ്കിൽ എക്സ്ക്ലൂസീവായിട്ട് ഞാൻ ഇതിൽ ഈ ഡ്രസ്സ് കാണിക്കണം. അപ്പം നമുക്കൊന്ന് വീണ്ടും കാണാം. നല്ല നീളമുള്ള ഷോള്, ഒരു കറുപ്പ് ടോപ്പൊക്കെ മേടിച്ചിട്ട് ഷോള് മാത്രം ഇത്തിരി വർക്കുള്ളതൊക്കെ ഇടാൻ തോന്നത്തില്ലേ? അങ്ങനെയുള്ളപ്പോഴൊക്കെ നമുക്ക് ഈ ഷോള് യൂസ് ചെയ്യാം. ഇത് പ്യോർ കോട്ടൺ ആണെന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. സ്റ്റഫിൽ എന്തോ വ്യത്യാസമുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് കോട്ടൺ അല്ല, പക്ഷെ കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ്. അവിടെ നിന്ന് കാറ്റും കൊണ്ട് കുറച്ച് സിനിമാ പാട്ടൊക്കെ പാടിയിട്ട് ഞാൻ നേരെ അകത്തേക്ക് പോവുകയാണ്. ചൈനീസ് കോളർ എന്നാണല്ലേ ഈ കോളറിന് പറയുന്നത്? അതെ, ഇങ്ങനെ കാണുമ്പോൾ ഒരു ചൈന ലുക്കൊക്കെ ഉണ്ട്. ആ പൂവിൻ്റെ ഒരു ക്ലിപ്പും കൂടെയൊക്കെ ആയിട്ട് ഒരിത്തിരി നേരം ഫാനും ഇട്ട് വെറുതെ സോഫയിൽ അങ്ങനെ കിടന്നിട്ട് ലഞ്ച് കിറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ അങ്ങ് കഴുകി മാറ്റി. ഏത്തപ്പഴം കംപ്ലീറ്റ്ലി അങ്ങോട്ട് തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ഞാൻ പഴംപൊരി ഉണ്ടാക്കി വെറുപ്പിക്കുന്നില്ല. പഴംപൊരി ഇങ്ങനെ കഴിച്ചാൽ മടുക്കൂലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മടുക്കാത്തതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും കഴിക്കുന്നത്. പിള്ളേർക്ക് 2 പേർക്കും അതാണ് ഇഷ്ടം. ബോണ്ടയും ഉള്ളിവടയും പരിപ്പുവടയൊക്കെ മാറ്റി മാറ്റി കഴിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ പിള്ളേർക്ക് വേണ്ടി മാത്രമായിട്ട് പഴംപൊരി എന്തായാലും ഉണ്ടാക്കേണ്ടി വരും. പിന്നെ കുക്കു സാർ ഇത്തിരി ഉള്ളിവടയും പരിപ്പുവടയൊക്കെ കഴിക്കും, കൂടെ നമ്മൾ സോസ് കൊടുത്താൽ. പിന്നെ എന്തായാലും ഏത്തപ്പഴം ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഉള്ളി ബജ്ജി ഉണ്ടാക്കാൻ പോവാം, അഥവാ ഉള്ളിവട. നിലു ഇവിടെ ഇല്ല. നിലുവിനെ അമ്മ അങ്ങ് വീട്ടിൽ കൊണ്ടുപോയി എന്നാണ് തോന്നുന്നത്. ചില ദിവസം വരുമ്പോഴത്തേക്ക് 2 പേരും കൂടി ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങുന്നത് കാണാം. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. വീട്ടിലാരും കാണത്തില്ല. ആരും അങ്ങ് സിസിജിയിൽ പോവുകയും ചെയ്യും. അമ്മ ചിലപ്പോൾ നിലുവിനെയും കൊണ്ടങ്ങ് വീട്ടിലേക്കും പോയിക്കളെ. അപ്പോൾ എന്തായാലും ഇപ്പം ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമായിട്ടുള്ള ബജ്ജി മതി. ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. അത് നല്ല തിന്നായിട്ട് നേർപ്പിച്ചൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി ഇഞ്ചിയും ഇത്തിരി പച്ചമുളകും ഒക്കെ ആവാം. ഉള്ളിവട എന്നാണ് ഞങ്ങൾ ഇവിടെയൊക്കെ പറയാറുള്ളത്, പക്ഷെ ഉള്ളി ബജ്ജി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലത്തും പറയുന്നത്. ഉള്ളിവട ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഉച്ചയൂണ് കഴിയുമ്പോഴത്തേക്ക് ഈ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് വെച്ചാൽ ഉള്ളിവട ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഉള്ളിയൊക്കെ നല്ല തളർന്ന് നല്ല നൈസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ടേസ്റ്റും കൂടുതലായിരിക്കും. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ഉള്ളിയെ ഒന്ന് തളർത്താൻ പോവുകയാണ്. അതിനായിട്ട് അരിഞ്ഞ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ കൂടെ ഒരു ഗ്ലാസ് ബൗളിലെടുത്ത്, ഗ്ലാസ് ബൗൾ തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ, ബൗളിലെടുത്ത് അതിൽ കുറച്ച് ഉപ്പും ഇട്ട് ഇതുപോലെ നല്ല പോലെ ഞെരടി 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 ആ ഉള്ളിയുടെ ബലമൊക്കെ അങ്ങ് കളയണം. ഉള്ളി ഇങ്ങനെ വാരി എടുക്കുമ്പോഴത്തേക്ക് നൂഡിൽസൊക്കെ കൈകൊണ്ട് എടുക്കുന്ന പരുവത്തിന് ഉള്ളി തളരണം. അങ്ങനെ തളർന്ന് കുഴഞ്ഞു കിടക്കുന്ന ഉള്ളി വെച്ചിട്ട് വേണം നമ്മൾ ഉള്ളി ബജ്ജി ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളിക്കകത്തുനിന്ന് തന്നെ നല്ല നീരിങ്ങ് കിട്ടും. വെള്ളം ചേർക്കാതെ കുറച്ച് മൈദമാവും ഇത്തിരി മഞ്ഞപ്പൊടിയും കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കണം കേട്ടോ നിറത്തിന്, അല്ലെങ്കിൽ എരിവ് ഒത്തിരി കൂടിപ്പോവും. പിന്നെ ഓപ്ഷണലാണ്, ഞാനൊരിത്തിരി റെഡ് കളർ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട. ഉള്ളി ബജ്ജിക്ക് ഒരു ഓറഞ്ച് കളറൊക്കെ വരുമെന്നേ ഉള്ളൂ. എനിക്ക് നല്ല റെഡ് കളറിലിരിക്കണം, ഈ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന മാതിരി. അതുകൊണ്ട് ലേശം കളർ പൗഡർ ചേർത്തിട്ടുണ്ട്. ഞാനും എപ്പോഴും അങ്ങനെ ചേർക്കാറില്ല കേട്ടോ,
വല്ലപ്പോഴും മാത്രം. എല്ലാം നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സാക്കി ഇതുപോലെ കൈ ഒട്ടാതിരിക്കാനായിട്ടൊരു ചെറിയ ബൗളിൽ ഇത്തിരി വെള്ളം വെക്കണം. എന്നിട്ട് അതിൽ കൈ നനച്ച് വേണം നമ്മൾ ഇതിനെ ഇങ്ങനെ ഒരു ഷേപ്പാക്കി എടുക്കാൻ. കട്ട്ലറ്റിനെക്കാളും കുറച്ചുകൂടെ വലിയൊരു ഷേപ്പിൽ. ഉള്ളിവടയൊക്കെ അറിയാമല്ലോ അതിൻ്റെ ഷേപ്പ് എന്താണെന്ന്. എപ്പോഴും അങ്ങനെ കറക്റ്റ് റൗണ്ടൊന്നും കിട്ടാറില്ലല്ലോ. കറക്റ്റ് 4 എണ്ണത്തിന് പാകമായിട്ടുള്ള മാവുണ്ടായിരുന്നു. 4ാമത്തത് ഇത്തിരി വലുതാണ്. എന്നാലും ഇനി ഒരു ചെറുതും കൂടെ വെക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ 4-ൽ ഒതുക്കി. ഇനി നമുക്ക് നമ്മുടെ പുതിയ പാൻ അങ്ങോട്ടേക്ക് വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ നല്ല രീതിക്ക് ഒഴിച്ച് അതിന് മീതെ കറിവേപ്പില കൊണ്ട് ചെറിയൊരു മെത്തയൊക്കെ ഉണ്ടാക്കി ഉള്ളിവട ഓരോന്ന് വിധം എടുത്തിടാം. കറിവേപ്പില ഇടുന്നത് കൊണ്ട് 2 ഗുണം: ഒട്ടിപ്പിടിക്കത്തില്ല, ഇളകി പോത്തുമില്ല, പിന്നെ ഒരു നല്ല ടേസ്റ്റും കിട്ടും. എനിക്ക് പണ്ടേ ഈ മിക്സ്ചറിൽ കിടക്കുന്ന കറിവേപ്പിലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ മുരിഞ്ഞിങ്ങനെ കിടക്കുമല്ലേ, പപ്പടം മാതിരി, അതേ കണക്ക്. അതുകൊണ്ട് മീൻ വറുക്കുമ്പോഴും ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ഉള്ളി ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതേ കണക്ക് ആ കറിവേപ്പില എന്നിട്ട് അവസാനം എടുത്ത് കഴിക്കും. എനിക്കിഷ്ടമാണ് അത്. ചിലരിങ്ങനെ കാണുമ്പോൾ പറയുവേ, ആ ശരിയാണ്, കറിവേപ്പില കഴിച്ചു കഴിഞ്ഞാൽ മുടിക്കൊക്കെ നല്ല നിറം വരും, നല്ല ഉള്ളി വരും, അങ്ങനെയൊക്കെ. പക്ഷേ എൻ്റെ തല നിറച്ച് നരയാട്ടോ. ഒരു 10ാം ക്ലാസ് തുടങ്ങി എനിക്ക് നരയുണ്ട് തലയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. മിക്കതും ഉള്ളിലോട്ടാണ്. ഞാനങ്ങനെ നര പോകാനായിട്ടൊന്നും ചെയ്യാറില്ല. കളർ ചെയ്യുന്നത് അങ്ങനെ കോമൺ ആയിട്ട് അങ്ങനെ ചെയ്യാറേ ഉള്ളൂ. അല്ലാതെ നരച്ച മുടിയെടുത്ത് കളർ ചെയ്യാറില്ല. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊരു 10-15 നര എനിക്കൊരു 10th കഴിഞ്ഞപ്പോൾ തൊട്ടുണ്ട്. കറിവേപ്പില ഞാൻ അന്നും കഴിക്കും. നിങ്ങളിൽ ആരെങ്കിലും എന്നെപ്പോലെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ഈ സാധാരണ ആൾക്കാർ പാത്രത്തിൻ്റെ സൈഡിലോട്ട് ഒതുക്കുന്ന ഓരോ ഐറ്റംസും ഞാനങ്ങനെ ഒതുക്കി മാറ്റാറില്ല. ഇപ്പോൾ മീൻകറിയൊക്കെ കൂട്ടി ചോറ് കഴിക്കുകയാണെങ്കിൽ മീൻകറിയിൽ കിടക്കുന്ന പച്ചമുളക്, അതിൻ്റെ തൊലി, നാരങ്ങ അച്ചാർ കൂട്ടുന്നെങ്കിൽ അതിൻ്റെ തൊലി, ഈ പറഞ്ഞ പോലെ കുടംപുളി ഇട്ട് വെച്ച കറിയാണെങ്കിൽ ആ കുടംപുളി, കറിയിലെ തക്കാളിയുടെ തൊലി, ഇതൊന്നും ഞാൻ കളയത്തില്ല. ഞാനിതെല്ലാം ചോറിൽ ഉടച്ച് കുഴച്ചങ്ങ് കഴിക്കും. ഇതിങ്ങനെ എടുത്തെടുത്ത് കഴിക്കത്തില്ല. പക്ഷേ എനിക്ക് അതെങ്ങനെ മൊത്തം കുഴച്ച് കഴിക്കുന്ന ഇഷ്ടമാണ്. രാവിലെ കുക്കൂന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പാലെടുത്ത് കഴിഞ്ഞപ്പോഴേ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രീതിക്ക് കഴിച്ചു. അപ്പോൾ പാല് കുടിക്കാൻ എൻ്റെ വയറ്റിൽ സ്ഥലമില്ല മമ്മ എന്നും പറഞ്ഞിട്ട് ആ ഗ്ലാസ് അങ്ങനെ കൊണ്ടുപോകാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ അവൻ്റെ ഒരു ഗ്ലാസ് പാൽ അങ്ങനെ എടുത്ത് അവനിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുത്തു. അവനിൽ ഞാൻ എങ്ങനെയാണ് ചൂടാക്കുന്നത്, സാധനങ്ങൾ എങ്ങനെയാണ് ചൂടാക്കുന്നതെന്ന് ചോദിച്ചല്ലോ. ഞാൻ എല്ലാം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റാണ്. ഒരു പ്ലേറ്റ് ചോറ് വെച്ചാലും 1 മിനിറ്റ്. പിന്നെ ചില കറികളൊക്കെ ഫ്രീസറിലിരുന്നതാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു 4 മിനിറ്റ് 5 മിനിറ്റൊക്കെ ഒന്ന് ടൈം സെറ്റ് ചെയ്തിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എല്ലായിടത്തെയും അവൻ്റെ സെറ്റിങ്സ് ഒരുപോലെ ആയിരിക്കണം എന്നില്ല. എനിക്ക് 1 മിനിറ്റ് കൊണ്ട് എല്ലാം ചൂടായി കിട്ടും. ചോറാണെങ്കിലും അങ്ങനെ. ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് ചായയോ ഒരു ഗ്ലാസ് പാലോ ഒക്കെ ആണെങ്കിലും ഞാൻ 1 മിനിറ്റാണ് സെറ്റ് ചെയ്യാറുള്ളത്. ഇപ്പം അങ്ങനെ ചെയ്ത് ഞാൻ എന്ത് വെച്ചാലും ആദ്യം കൈ 1-ലേക്ക് പോകത്തുള്ളൂ. 100 സ്റ്റാർട്ട്. ഇതാണ് എൻ്റെ കൈയിൻ്റെ ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ ആയിപ്പോയി. അപ്പോൾ കുക്കുൻ്റെ പാലൊക്കെ നമ്മൾ 1 മിനിറ്റ് ചൂടാക്കി എടുക്കണ്ട. നമ്മുടെ അത്രയും ചൂട് പിള്ളേർക്ക് വേണ്ടല്ലോ. സ്റ്റാർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടേ എനിക്കിത് ഓർമ്മ വരത്തുള്ളൂ. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കൊന്ന് നോക്കുമ്പോൾ അതൊരു 30-32 സെക്കൻഡ്സ് ഒക്കെ ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേ അങ്ങ് ഓഫ് ചെയ്യും. നിലു ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ കുപ്പിയിലെ പാലെടുക്കണ്ട. എനിക്കും ആലനുമായിട്ട് ഞാനിന്ന് ഇത്തിരി ഇഞ്ചി ചായയാണ് ഉണ്ടാക്കിയത്. ഇഞ്ചിയാണ് ഞാൻ ആ ചീകി ഇടുന്നത് നിങ്ങൾ കണ്ടത് കേട്ടോ. കുക്കുവിനെ കൊണ്ട് ഇത് കഴിപ്പിക്കണമെങ്കിൽ ഒരല്പം സോസ് കൊടുക്കണം. കുറച്ച് സോസും കൂടെ എടുത്തിട്ട് ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി ഒതുക്കിയിട്ട് ഞാനും കുക്കുവും കൂടെ പോയിരുന്ന് ചായ കുടിക്കാമെന്ന് കരുതി. മേക്ക് ഓവർ സെഷൻസ് ഇനിയും നിങ്ങൾ കാണാനുണ്ട് കേട്ടോ. 2 റൂമൊക്കെ ഇനി ചെയ്യാനുണ്ട്. ഇത് തന്നെ ഒരു പ്രോഡക്റ്റും കൂടി വരാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ വന്നിട്ട് ഒരു ഡ്രോയിങ് റൂം മേക്ക് ഓവർ വീണ്ടും ചെയ്യാമെന്നും പറഞ്ഞിരുന്നിട്ട് അത് വരുന്നില്ല. അത് ലേറ്റ് ആവും. 29th ഒക്കെ ആവും. ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെയൊക്കെ വല്ലതും ആയിരിക്കും. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഉള്ളത് വെച്ചിട്ട് ചെയ്യാം. വരുമ്പോൾ അത് പിന്നെ അൺബോക്സ് ചെയ്ത് കാണിക്കാം. അതുപോലെ തന്നെ നമ്മുടെ റൂംസ്, സിറ്റ് ഔട്ട്, ഇങ്ങനെ കുഞ്ഞു ഐറ്റംസ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങൾ മേടിച്ച് ഒരു ലുക്കിൽ ഒരു മാറ്റം വരുത്താനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ എങ്ങനെ എൻ്റെ തലയിൽ തോന്നുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലില്ലേ, എനിക്ക് രാത്രി ഉറക്കമില്ല. ചില ദിവസം രാത്രി നിലു അമൃതം കുടിക്കാനായിട്ട് എണീറ്റ് കഴിയുമ്പോൾ അവൻ അമൃതം കൊടുത്തിട്ട് പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കും. ഞാനപ്പോൾ ഏതെങ്കിലും ഒരു മൂലയ്ക്കോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ ആ മൂലയിൽ എന്തെങ്കിലും ഒന്ന് വെച്ചാൽ കൊള്ളാമെന്ന് തോന്നും. ചിലപ്പോൾ അവിടെ എന്തെങ്കിലും തൂക്കിയിട്ടാൽ കൊള്ളാമെന്ന് തോന്നും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ചിന്തകൾ. അങ്ങനെയൊക്കെയാണ് ഈ ഐഡിയാസൊക്കെ വരുന്നത്. അല്ലാതെ മെനക്കെട്ടിരുന്ന് ഇവിടെ ഇനി എന്ത് ചെയ്യാം അങ്ങനെ ഞാൻ ആലോചിക്കത്തില്ല. ഞാൻ വെറുതെ ഇരിക്കാനേ പാടില്ല. അതാണ് ഞാൻ ആ ക്യാപ്ഷൻ അങ്ങനെ ഇട്ടത്. എൻ്റെ തെറ്റാണ്. ഞാൻ വെറുതെ ഇരിക്കാൻ കൊള്ളാത്ത ഒരാളാണ്. ഞാൻ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പറ്റുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മേക്ക് ഓവറുകൾ പെരുന്നാളിൻ്റെ മുന്നോടിയാണെങ്കിലും ഇത് ഇത്രയും വിപുലമാകാനുള്ള മൂല കാരണം എൻ്റെ കണ്ണിന് വന്ന അസുഖമാണ്. ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നല്ലോ. അപ്പോൾ കുറേ ദിവസങ്ങളിൽ അമ്മയായിരുന്നല്ലോ കുക്കിങ്ങൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഡിന്നർ പരിപാടികളിലേക്ക് കടക്കാം.
ഞാൻ നേരത്തെ അവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നത് കുറച്ച് ഉരുളക്കിഴങ്ങും സവാളയാണ് കേട്ടോ. ചിക്കൻ്റെ പീസസ് കുറച്ച് ഫ്രിഡ്ജിലിരിപ്പുണ്ട്, കറിക്കായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരിത്തിരി അധികം ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നാളെ സ്കൂളിലത്തേക്കും കൂടെ എടുക്കാമല്ലോ. ഒരു 2 വലിയ സവാളയും 2-3 ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. കുക്കറിൽ ഞാൻ നമ്മുടെ പിജിൻ്റെ ആ ഒരു 3 സെറ്റ് കുക്കറിൽ 3 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ഉള്ളിവട പൊരിച്ചില്ല, അതിൻ്റെ ബാക്കി എണ്ണ ഇരിപ്പുണ്ടായിരുന്നു, അതങ്ങനെ തന്നെ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു. ഇനി നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് ലേശം ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ആ എണ്ണയിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിക്കിക്കൊണ്ടിരുന്നാൽ മതി. ഈ സവാള ബ്രൗൺ കളർ ആവുന്ന ടൈം കൊണ്ട് നമുക്കിതിനകത്തേക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും സ്കൂളിൽ നിന്ന് വന്നിട്ട് വേഷം പോലും മാറാതെ ഞാൻ ഇങ്ങനെ പണിയെടുക്കുന്നു എന്ന്. അതല്ല കേട്ടോ, ഇതിനെയാണ് നമ്മൾ ഒരു തരത്തിൽ OCD എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ ഇത് ചെയ്യണം എന്നൊരു തോന്നല. അത് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കിത് ചെയ്യാണ്ട് മാറാൻ പറ്റത്തില്ല. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. എനിക്കിത് ഇപ്പം തന്നെ ചെയ്യണം. ഇപ്പം അങ്ങ് ചെയ്ത് കഴിഞ്ഞാലേ ഞാൻ ചിന്തിക്കുന്നത് പിന്നെ ഉള്ളത് ചപ്പാത്തി ഉണ്ടാക്കലാണ്. അത് നമുക്ക് ഫ്രിഡ്ജിൽ റെഡി ടു കുക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് അതെടുത്തങ്ങ് ചെയ്താൽ മതി. ആലനിങ് എത്തുമ്പോഴേക്ക് ഇപ്പോൾ കുക്ക് കളിക്കാൻ പോയിരിക്കുക, അവനും തിരിച്ചു വരും, പിന്നെ എല്ലാവരുമായിട്ട് ഇരിക്കാമല്ലോ. ഇപ്പം എല്ലാവരും 4 പാടും പോയേക്കുവാണല്ലോ. പിന്നെ സ്കൂളിൽ നിന്ന് വന്ന് നേരെയല്ല ഞാൻ ഈ പരിപാടിയൊന്നും തുടങ്ങിയിരിക്കുന്നത്. വീട്ടിലോട്ട് വന്ന് കയറിയിട്ട് കുറച്ച് നേരം ഞാൻ ആ സോഫയിൽ വെറുതെ കിടക്കും, അല്ലെങ്കിൽ റൂമിൽ പോയി കിടക്കും, ഉറങ്ങിയാലും ഇല്ലെങ്കിലും. എന്നിട്ട് എണീറ്റാണ് ഞാൻ കിറ്റും എല്ലാം എടുത്ത് ലഞ്ച് ബോക്സൊക്കെ കഴുകാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഈ പരിപാടി കഴിഞ്ഞിട്ട് പോയി ഫ്രഷായിട്ട് TV ഒക്കെ കണ്ട് വല്ല സിനിമയൊക്കെ ഇട്ടിരിക്കാം. അപ്പോൾ പൊടികളായിട്ട് ഞാൻ ഈ ചിക്കൻ കറിയിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇത്തിരി ഗരം മസാലയും ഇത്തിരി പെപ്പർ പൗഡറും കാശ്മീരി മുളക് പൊടിയൊക്കെയാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മൂപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഈ കറിയിലേക്ക് വേണ്ടുന്ന കുറച്ച് പൊട്ടറ്റോയും തക്കാളിയും കൂടിയാണ് ഞാൻ അവിടെ അരിഞ്ഞ് വെച്ചേക്കുന്നത്. പൊട്ടറ്റോ ഇടുമ്പോൾ കറി കുറച്ച് കൂടുതലും കിട്ടും, നമുക്ക് 2 ദിവസം എന്തായാലും യൂസ് ചെയ്യാം. ഇന്നൊരു ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാളെ ലഞ്ചിനും എടുക്കാമല്ലോ. മുഴുവൻ മസാലകളായിട്ട് ഞാൻ ഇതിലേക്ക് ബേ ലീഫ്, കറുകപ്പട്ട, പിന്നെ ഒരു 2-3 ഗ്രാമ്പും കൂടി ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് പെരുംജീരകവും കൂടെ. ചിക്കൻ എന്തിനാ കുക്കറിൻ്റെ അകത്ത് വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുക്കറിൽ വെക്കുമ്പോൾ എല്ലാം കൂടെ ആ ഒരു വിസിൽ വരുമ്പോഴുണ്ടല്ലോ എല്ലാം നല്ല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സ് ആവും. ഇവരെല്ലാവരും ഒരു കുടുംബത്തിൽ പറന്ന് കണക്കിരിക്കും, കുഴഞ്ഞ് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നൈസായിട്ടിരിക്കും. ഇനി അത് കരിയാണ്ടിരിക്കാനായിട്ട് നമുക്ക് തക്കാളിയും 2 പച്ചമുളക് കീറിയിട്ടതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിയിൽ അതുകൊണ്ട് നമുക്ക് അധികം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് പൊട്ടറ്റോ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. വന്ന് ബീഫിൽ ഉരുളക്കിഴങ്ങ് ഇട്ടില്ലെങ്കിലും ചിക്കനിൽ ഞാൻ സ്ഥിരമായിട്ട് ഉരുളക്കിഴങ്ങ് ഇടാറുണ്ട്. എന്തോ നല്ലൊരു ടേസ്റ്റാണ്. ചിക്കൻ്റെ പീസസൊക്കെ തീർന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇതൊരു ഉരുളക്കിഴങ്ങ് കറിയായിട്ട് നമുക്ക് കൂട്ടുകയും ചെയ്യാം. ഇതിലേക്ക് പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത്. പച്ചവെള്ളം ചേർക്കുമ്പോൾ കറികൾക്കൊരു ചുവ വരും, ഒരു പച്ച ചുവ വരും. പച്ചവെള്ളം ചേർക്കുന്നതുകൊണ്ടാണ് എന്തോ. ഞാൻ കുറച്ച് വെള്ളം കെറ്റിലിൽ തിളപ്പിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇത്തിരി വിനാഗിരിയും ഇതിൻ്റെ എല്ലാം കൂടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരു നുള്ള പഞ്ചസാരയും. പല കറികളിലും ഞാൻ ഈ പരിപാടി ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് കാപ്പിക്കുള്ള കറികളിൽ. രാത്രിയാണെങ്കിൽ ഇവിടെ ചപ്പാത്തിയോ പുട്ടോ അങ്ങനെയൊക്കെ ആണല്ലോ. ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി കേട്ടോ, അതുകൊണ്ട് ആളിങ്ങ് തിരിച്ചെത്തി. ഹോംവർക്സിൽ നോക്കിയിട്ട് ടെസ്റ്റ് പേപ്പേഴ്സ് ഒന്നും ഇല്ലാന്ന്, കമ്പ്യൂട്ടർ ടെസ്റ്റ് ഉണ്ട്. അവൻ ആരോടായി പറയുന്നത്, അവൻ്റെ കമ്പ്യൂട്ടർ മിസ്സ് ഞാനാ. അങ്ങനെ അധികമൊന്നുമില്ല, ഒരു 3 ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അപ്പോൾ അവനെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ കുക്കർ ഒരു വിസിൽ അടിച്ചിരുന്നു, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ. അപ്പോൾ ഞാൻ അതങ്ങ് ഓഫ് ചെയ്ത് വെച്ചിരുന്നു. പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞ് ഞാനും പോയി ഫ്രഷായിട്ട് വന്നിട്ട് ചിക്കൻ കറിയൊക്കെ ഞാൻ ബൗളിലേക്ക് ആക്കുവാണ്. മീതെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് മാറ്റി വയ്ക്കാം. ഞാൻ അവനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ തന്നെ ന്യൂസ് കണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നാളെ അവധിയാണെന്നുള്ളതും കണ്ടു. അവനോട് അന്നേരം പറഞ്ഞില്ല, പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നാളെ ഇല്ല, നാളെ കമ്പ്യൂട്ടർ ടെസ്റ്റ് പേപ്പർ ഇല്ല, മറ്റന്നാളെ ഉണ്ടാവത്തുള്ളൂ, നാളെ അവധിയാണെന്ന്. VS മരിച്ചു എന്നുള്ള ന്യൂസൊക്കെ ആ ഒരു ടൈമിലാണ് ഞാൻ ഫോണിൽ കണ്ടത്. ചിക്കൻ കറി വെച്ച കുക്കറൊക്കെ കഴുകി മാറ്റി വെച്ചു. എനിക്കും ചെറിയൊരു സമാധാനമായി. ഇനി പച്ചക്കറികളൊന്നും അരിഞ്ഞ് വെക്കേണ്ട, നാളെ ചെയ്താൽ മതിയല്ലോ. അമ്മയും നിലു അപ്പോഴത്തേക്ക് എത്തിയിരുന്നു. ഞങ്ങൾ ഓൾറെഡി ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ വർക്ക് അങ്ങ് തുടങ്ങിയിരുന്നു, വാൾപേപ്പർ ഒട്ടിക്കൽ. ഞങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ ഈ പേപ്പറും കത്രികയൊക്കെ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ അമ്മയ്ക്കറിയാം ഇന്നെങ്ങും ഇനി ഇവിടെ ഒരു പരിപാടിയും നടക്കത്തില്ല എന്ന്. അതുകൊണ്ട് ഡിന്നർ ഉണ്ടാക്കൽ അമ്മ തന്നെ ഏറ്റെടുത്തു. എനിക്ക് പുട്ടും ഉണ്ടാക്കി തന്നു, ഇവർക്ക് ചപ്പാത്തിയും. ഈ സൈഡിലിരിക്കുന്ന ഇത്രയും പെട്ടികളും നമ്മൾ ഇനി പൊട്ടിച്ച് ഓരോരോ ഭാഗത്ത് കൊണ്ടുവയ്ക്കാനുള്ളതാണ്. ആലൻ തന്നെ പിള്ളേരെ രണ്ടുപേരെയും കഴുകി ഇറക്കി. ഞാൻ ഞങ്ങൾക്കുള്ള ഡിന്നർ എടുക്കുവാണ്.
പുട്ട് കുറച്ചധികം ഉള്ളതുപോലെ തോന്നിയതുകൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു 3/4 കുറ്റി ഞാൻ അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി. രാവിലത്തെ ഇടിയപ്പത്തിൻ്റെ ബാക്കി 2 ഇടിയപ്പം കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ, ഇത്തിരി പണി കൂടുതലെടുത്തതിൻ്റെ. അതുകൊണ്ട് ആ 2 ഇടിയപ്പവും ഒരു 3/4 കുറ്റി പുട്ടും ഞാൻ കഴിച്ചു. ആലനായിട്ട് ഒരു 4 ചപ്പാത്തിയും കുറച്ച് ചിക്കൻ കറി. ഞാനും ചിക്കൻ കറി തന്നെയാണ് കേട്ടോ എടുത്തത്. വീട്ടിൽ ഏത്തപ്പഴം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇടിയപ്പം ചിക്കൻ കറിയായിട്ട് കഴിച്ചിട്ട് പുട്ട് വീണ്ടും ഏത്തപ്പഴമായിട്ട് കഴിച്ചേനെ. പുട്ടും പഴവും പുട്ടും ഏത്തപ്പഴവും ഒക്കെ എന്തൊരു കോമ്പിനേഷനല്ലേ, എന്തൊരു കോമ്പിനേഷനല്ലേ. കുക്ക് ഇരിക്കുന്ന അതേ കസരയിൽ തന്നെ അവൻ ഇരിക്കണം എന്നും പറഞ്ഞിട്ടുള്ള നിലവിളിയാണ് ആ നടക്കുന്നത്. കുറച്ച് നേരം മൈൻഡ് ചെയ്യാതെ വിട്ടാൽ മതി, അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് ശരിയായിക്കോളും. നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിർത്തും. വാശിപ്പുറത്തുള്ള കരച്ചിലൊക്കെ അങ്ങനെയാണ്. ദേ കണ്ടില്ലേ, തീർന്നു, അത്രയേ ഉള്ളൂ. ഇനി അവിടെ ഇരുന്ന് TV കണ്ടോളൂ. ആലൻ വീട് തൂത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി പോയി കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ടേ ഡിന്നർ കഴിക്കത്തുള്ളൂ. ഞാൻ ഓൾറെഡി ഫ്രഷ് ആകലൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ പരിപാടിയൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് ഞാനിരുന്ന് കഴിച്ചു. മാനം ഒന്ന് ഇടയ്ക്ക് തെളിഞ്ഞിരുന്നാൽ ഇങ്ങനെയാണ് ഇവിടെ രാത്രി. 2 പേര് ബോട്ട് കാണാനെന്നും പറഞ്ഞാൽ പോയിരിക്കുന്നത്. ട്രോളിങ് നിരോധനമാണ്, അവിടെ ബോട്ടല്ല കിടക്കുന്നത്, ചെറിയ വള്ളങ്ങളാണ്. അവന്മാർ പിന്നെ ഈ ബോട്ടെന്ന് പറഞ്ഞങ്ങ് ശീലിച്ചു പോയി, വള്ളം എന്ന് പറയത്തില്ല. ആകാശത്ത് നക്ഷത്രങ്ങളൊന്നും അധികം കാണാനില്ലെങ്കിലും കടൽ നിറയെ നക്ഷത്രങ്ങളുണ്ട്. ഇനി ഉറങ്ങാനുള്ള പുറപ്പാടാ. ചാച്ചാൻ പോന്നാ? ഗുഡ് നൈറ്റ് പറ. ഇങ്ങോട്ട് നോക്കി പറ. ബൈ, ഐ ലവ് യു. ഞാൻ അകത്ത് കയറ്റിയതിൻ്റെ പിണക്കമാണ് ഈ കാണുന്നത്. ചെറുതായിട്ടൊരു ചാറ്റമഴ എവിടുന്നോ വരുന്നത് പോലെ. അപ്പം ഞാനങ്ങ് അകത്ത് കയറ്റി. അതുമല്ല ലേറ്റും ആയി, ഇനിയും അങ്ങനെ അവിടെ ഇരുത്താൻ പറ്റത്തില്ലല്ലോ. എൻ്റെ അടുത്ത് പിണങ്ങി കിടക്കുന്ന കിടപ്പാട്ടോ അത്. പിന്നെ അങ്ങ് മഴ കൂടി. ജാദുവിനെ പോലെ ഉണ്ട്. എല്ലാവർക്കും സുഖാണോന്ന് ചോദിച്ചു. മഴ പെയ്യുന്നാ? എല്ലാവർക്കും സുഖമാണോ? എല്ലാരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ. എന്തോന്ന്? ലൈക്ക് തൊപ്പി വേണോ? എല്ലാരും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണേന്ന് പറ. ലൈക്ക് ചെയ്യണേന്ന് പറ. എല്ലാരും ലൈക്ക് ചെയ്യണമെന്ന്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. മഴ വേണല്ലേ? ചാച്ചാ നമുക്ക് ചാച്ച